നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ 8.7 കിലോയുടെ ലഹരി മരുന്ന് കടത്ത് ദൗത്യം എന്തായാലും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. പ്രവാസികളെ അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയായിരുന്നു 8.7 കിലോ ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ചത്. ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റിയാണ് പ്രതികളെ പിടികൂടിയത്. ഹെഡ്ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. വിമാനത്താവളം വഴി കൊണ്ടുപോയ കാർഡ്ബോർഡ് പാക്കേജുകളിൽ ഷാർജ എയർപോർട്ട് കസ്റ്റംസ് സെന്ററിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കള്ളത്തരം കണ്ടെത്താൻ സാധിച്ചത്. തുടർന്ന് ഇത് കൊണ്ടുവന്ന യാത്രക്കാരനെ അധികൃതർ നിരീക്ഷിക്കാൻ തുടങ്ങി. പാക്കേജിൽ നിന്ന് 10,934 ലഹരി ഗുളികകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിനുള്ളിൽ നിന്ന് പിടികൂടിയത് ആകെ 8.716 കിലോ തൂക്കമുള്ള ലഹരി മരുന്നാണ്. കേസ് രജിസ്റ്റർ ചെയ്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. അതേസമയം മറ്റൊരു പ്രവാസി വാർത്ത കൂടി നോക്കാം. കുവൈറ്റിൽ നിന്ന് വരുന്ന ഒരു വിവരം എന്താണെന്ന് നോക്കാം. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ വ്യാജ റിക്രൂട്ട്മെന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹൈസ്കൂൾ, യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കുള്ള ജോലിക്കായി റിക്രൂട്ട്മെന്റ് തുടങ്ങിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങളുണ്ടായിരുന്നു. ആകർഷകമായ ശമ്പളമാണ് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് വഴി വാഗ്ദാനം ചെയ്യുന്നതെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് KPC ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത്തരം വ്യാജ തെറ്റിദ്ധാരണ പരത്തുന്ന അറിയിപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ പൊതുജനങ്ങളോട് പറഞ്ഞു. മറ്റൊരു വാർത്ത കൂടി നോക്കാം. കുവൈറ്റിൽ വ്യാപകമായി നടത്തിയ പരിശോധന, അതിൽ 699 റെസിഡൻസി നിയമലംഘകർ അറസ്റ്റിലായിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയമാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. തിരിച്ചറിയൽ രേഖ കൈവശമില്ലാതെ 925 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുസുരക്ഷാ വിഭാഗമാണ് പരിശോധന ശക്തമാക്കിയത്. വാണ്ടഡ് ലിസ്റ്റിലുള്ള 310 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 219 വണ്ടികളും പിടിച്ചെടുത്തു. 6 ഗവർണറേറ്റുകളിലെ വിവിധ ജനറൽ ഡിപ്പാർട്ട്മെന്റുകളിലും പബ്ലിക് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ടാസ്ക് കമ്പനി ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ 1997 ചെക്ക് പോസ്റ്റുകളാണ് സ്ഥാപിച്ചത്. വിവിധ നിയമലംഘനങ്ങൾക്കായി 2315 പേരാണ് അറസ്റ്റിലായത്. 46,591 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലഹരി മരുന്ന് പദാർത്ഥങ്ങളുമായി 277 പേരെ അറസ്റ്റ് ചെയ്തു എന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.